കർത്തൃസന്നിധിയിൽ ആഗതരായിരിക്കുന്ന അനുഗ്രഹീതരും ശ്രേഷ്ഠന്മാരുമായ ദൈവദാസന്മാർ, ദൈവമക്കൾ, ഓൺലൈനിലൂടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗത്തിരുന്ന് ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി ശ്രവിക്കുന്ന ഏവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും നിങ്ങളെ അറിയിക്കുന്നു. കർത്താവിനെ ആരാധിക്കാനായിട്ട് ഒരു വെള്ളിയാഴ്ച കൂടെ യേശു നമുക്ക് തന്നതോർത്ത് കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. ഓരോ പ്രാർത്ഥനകളും നമ്മുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ തരുന്ന പ്രാർത്ഥനകളാണ്. കർത്താവിന് സ്തോത്രം. സമയമൊന്നും കളയാതെ കർത്താവിൻ്റെ ദാസൻ ജോഷി പാഷയിൽ കൂടെ വളരെ ശക്തമായൊരു സന്ദേശം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പരിശുദ്ധാത്മാവിന് തൻ്റെ ജനത്തോട് സംസാരിക്കാനുള്ളത് കർത്താവ് വ്യക്തമായി സംസാരിക്കുന്ന ദൈവമാണ്. നമുക്ക് വിശുദ്ധ ബൈബിൾ തുറക്കാം. ഇന്ന് യാക്കോബിൻ്റെ ലേഖനത്തിൽ നിന്ന് വളരെ പരിചിതമായ ഒരു വചനമാണ് അല്പനേരം ധ്യാനിക്കാൻ പോകുന്നത്. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെയും 16-ാമത്തെയും വാക്യം. ജെയിംസ് ചാപ്റ്റർ 5 verse 15 and 16 രണ്ട് വാക്യങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം. എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ പ്രാർത്ഥനയ്ക്ക് വലിയ പ്രചോദനം തരുന്ന ആത്മീക വചനങ്ങളാണ്. ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യം അവൻ പാട്ട് പാടാനല്ല പഠിക്കുന്നേ, പ്രാർത്ഥിക്കാനാ പഠിക്കുന്നത്. എന്തിനാണ്? പ്രാർത്ഥിക്കാൻ. ഈ കുറച്ച് സമയം പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്, ഒത്തിരി സമയം പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്, എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാൻ സാധ്യതയുണ്ട്, പ്രാർത്ഥനയ്ക്ക് മടുപ്പ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ബൈബിളിൽ ഇരിക്കുന്നത് മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. പത്രോസ് ലേഖനത്തിൽ എഴുതി മുടക്കമില്ലാതെ പ്രാർത്ഥിക്കണം. സ്തോത്രം. പ്രാർത്ഥന എന്താണെന്ന് ബൈബിൾ പഠിച്ചാൽ പ്രാർത്ഥന വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നാണ്. ഒരു വിഷയത്തിന് ഒരു ദിവസം പ്രാർത്ഥിച്ചത് കൊണ്ടോ ഒരു മാസം പ്രാർത്ഥിച്ചത് കൊണ്ടോ വിടുതൽ കിട്ടിയില്ല എന്ന് കരുതി നിരാശപ്പെടരുത്. പ്രാർത്ഥനയ്ക്ക് വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. ഇനി എല്ലാവരുടെയും ഒരു ചോദ്യം, എങ്ങനെ പ്രാർത്ഥിക്കണം? ഇനി ഞാൻ 1-2 കാര്യങ്ങൾ പറയാം. ചിലര് പറയും ഉപവസിച്ച് പ്രാർത്ഥിക്കണം. എന്തുവാ? ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ വിടുതൽ കിട്ടും. വേറെ ചിലര് പറഞ്ഞു അങ്ങനല്ല, അർദ്ധരാത്രി പ്രാർത്ഥിക്കണം. എപ്പോൾ പ്രാർത്ഥിക്കണം? അപ്പൊ ചെല്ലി ചോദിക്കും 12 മണിക്ക് പ്രാർത്ഥിക്കണോ വെളുപ്പിനെ 4 മണിക്ക് പ്രാർത്ഥിക്കണോ? ഇപ്പൊ ചിലര് പറയും 4-ാം യാമത്തിൽ പ്രാർത്ഥിച്ചു നോക്ക്, അത്ഭുതങ്ങൾ നടക്കും. നമ്മൾ 4-ാം യാമത്തിൽ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് എന്തോ നടക്കുന്നില്ല, അത്ഭുതം നടക്കുന്നില്ല. അന്നേരം ചിലര് പറഞ്ഞു അങ്ങനൊന്നുമല്ല പ്രാർത്ഥിക്കേണ്ടത്, നിങ്ങളുടെ പിതാക്കന്മാർ കാത്തിരുന്ന് പ്രാർത്ഥിച്ചു. കാത്തിരിപ്പിയോഗം ഇപ്പം നഷ്ടപ്പെട്ടു പോയി, അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുക. അന്നേരം നമ്മൾ പെട്ടെന്ന് കാത്തിരിപ്പിയോഗം വെച്ചു. കാത്തിരിപ്പിയോഗത്തിന് മറുപടി കിട്ടാതിരുന്നപ്പോൾ നമ്മൾ അടുത്തയാൾ വന്ന് പ്രസംഗിച്ചു, യാക്കോബ് രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു, അതുകൊണ്ടൊരു മുഴുരാത്രി പ്രാർത്ഥന വെച്ചാൽ വിടുതൽ കിട്ടും. ഉടനെ നമ്മളെല്ലാം കൂടെ എന്ത് ചെയ്തു? മുഴുരാത്രി പ്രാർത്ഥന. മുഴുരാത്രി പ്രാർത്ഥന വെച്ചിട്ടും വിടുതൽ കിട്ടാഞ്ഞപ്പം അടുത്ത പ്രസംഗകൻ വന്ന് പ്രസംഗിച്ചു, സ്തോത്രം,
നിങ്ങൾ 3 പകലും 3 രാത്രിയും പ്രാർത്ഥിച്ചാൽ വിടുതൽ കിട്ടും. പെട്ടെന്ന് 3 ദിവസത്തെ പ്രാർത്ഥന. നേരെ അടുത്തൊരാൾ എന്ന് പറഞ്ഞാൽ അങ്ങനൊന്നും അല്ല പ്രാർത്ഥിക്കേണ്ടത്. 7 മണിക്കൂർ നോൺ സ്റ്റോപ്പ് പ്രയർ വേണം. 7 മണിക്കൂറത്തെ പ്രാർത്ഥന വെച്ചപ്പോൾ അവർ പറഞ്ഞു അങ്ങനല്ല, 12 മണിക്കൂർ നിർത്താതെ പ്രാർത്ഥിക്കണം. ഏത് ഉപദേശി വന്നാലും ഒരു ദൈവത്തിനോട് കുറവ് പറയുന്നത് കേട്ടോണം, നിന്റെ പ്രാർത്ഥന ശരിയല്ല. ചോദ്യം, എങ്ങനെ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന ഫലിക്കും? അതാണ് ഇന്നത്തെ ധ്യാനം. ഞാൻ നിങ്ങളോട് ഒരു സന്ദേശം പറഞ്ഞുകൊണ്ട് ഈ മെസ്സേജ് തുടങ്ങാം. യെശയ്യാ പ്രവചനത്തിലൊരു വാക്യമുണ്ട്, 54 അധ്യായം 17 വാക്യ. നമുക്കറിയാവുന്ന വാക്യമുണ്ട്, ഞാൻ കാണാതെ പറയാം. നിനക്ക് വിരോധമായി വരുന്ന യാതൊരായുധവും ഫലിക്കത്തില്ല. ഇവിടെ എഴുതിയിരിക്കുകയാണ്, നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കും. ഇന്ന് തിരിച്ചാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കെതിരെ വരുന്ന എല്ലാ ആയുധവും ഫലിക്കുന്നുമുണ്ട്, നമ്മുടെ പ്രാർത്ഥന ഫലിക്കുന്നുമില്ല. പിണങ്ങെടുത്ത് എന്നോട് എഴുന്നേറ്റ് പോവുകയും ചെയ്ത് ദൂതിലോട്ട് വരിക. ഈ സിസ്റ്റം എല്ലാം ഇന്ന് തിരിയണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഈ ചിലരെ നമ്മൾ പഠിക്കുമ്പോൾ അവർക്ക് വിടുതലൊന്നും കിട്ടിയില്ലേലും അവരവരുടെ പ്രാർത്ഥന അന്തരീക്ഷം നശിപ്പിച്ച് കളയത്തില്ല. അവരുടെ പ്രാർത്ഥന അന്തരീക്ഷം. ചില വീട്ടിൽ നമ്മൾ ചെല്ലുമ്പോൾ ആ വീട് അടിപൊളിയാ, രാജസ്ഥാൻ മാർബിളായിട്ടേക്കുന്നു. സ്തോത്രം. അവിടെ കട്ടില് കടക്കാരുടെ കട്ടിൽ അവരുടെ വീട്ടിലിട്ടേക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. LGയുടെ ഏറ്റവും കൂടിയ AC അവരുടെ ബെഡ്റൂമിലുള്ള, പക്ഷെ പ്രാർത്ഥന അന്തരീക്ഷം അവിടെ ഇല്ല. സ്തോത്രം. ചിലരുടെ വീട് ഓലപ്പരയാ, പക്ഷെ ആ വീട്ടിൽ ഭയങ്കര പ്രാർത്ഥനാന്തരീക്ഷ. അഗബോസും പൗലോസും ഫിലിപ്പോസിന്റെ വീട് തപ്പിപ്പോയത്, ഫിലിപ്പോസിന്റെ വീട്, ദൈവത്തിന് സ്തോത്രം, ഹമി ടൗണിന്റെ നടുക്കായിട്ടല്ല, ആ വീട്ടിൽ പ്രവചിക്കുന്ന പിള്ളേരുള്ളതുകൊണ്ട്. മനസ്സിലായി വരുന്നുണ്ടോ? ഹല്ലേലൂയ. നമുക്ക് ഇച്ചിരൂടെ ഗഹനമായിട്ട് പോകാം. ഞാൻ ഇന്നലെ രാത്രിയിൽ ഇവിടെ എന്ത് പ്രസംഗിക്കണമെന്നൊരു മെസ്സേജ് ദൈവത്തോട് ചോദിക്കുക. അപ്പൊ ഞാന് സ്തോത്രം മറ്റൊരു മെസ്സേജ് പറയാനായിട്ട് മുന്തിരിത്തോട്ടത്തിൽ നിൽക്കുന്ന അത്തിവൃക്ഷത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ സ്തോത്രം എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ ആ മെസ്സേജ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ദൈവശബ്ദം ഞാൻ കേട്ടു, പ്രാർത്ഥന ഫലിക്കും. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന ചിലരോട് ഞാൻ പറയാം, വർഷങ്ങളായി പ്രാർത്ഥിച്ചിട്ടും ഫലിക്കാത്ത ചില വിഷയത്തിന് ഇന്ന് പ്രാർത്ഥന ഫലിക്കും. അത് ആത്മാവിൽ കണ്ടോട് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഈ നമ്മൾ ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം, ഇനി പ്രാർത്ഥന എന്താണെന്ന് ഞാനിന്ന് പറയാം. കുറച്ച് ദിവസം പ്രാർത്ഥിച്ചിട്ട് വിടുതൽ കിട്ടിയില്ലെങ്കിലും ചിലര് പ്രാർത്ഥന അന്തരീക്ഷം സൂക്ഷിക്കുന്നവരാ. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, ഒരു മാജിക്കിന് വേണ്ടി പ്രാർത്ഥിക്കരുത്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് നിന്റെ വീട്ടിൽ ഉണ്ടാകേണ്ട ഒരു അന്തരീക്ഷമാണ്. നിന്റെ സ്പിരിച്വൽ ലൈഫിനകത്തുണ്ടാകേണ്ട ഒരു അന്തരീക്ഷമാണ് പ്രാർത്ഥന. ഈ ചിലര് ഭയങ്കര പ്രാർത്ഥനക്കാരാ. ഈ ഭയങ്കര പ്രാർത്ഥനക്കാരുടെ കാര്യം പറയാം. അവര് കുത്തിയിരുന്നങ്ങ് പ്രാർത്ഥിച്ചു കളയും. എന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ട് രാത്രി വരെ പ്രാർത്ഥിച്ചു കളയും. പക്ഷെ 2 ദിവസം പ്രാർത്ഥിക്കത്തുള്ളൂ, പിന്നെ 2 കൊല്ലത്തേക്ക് അവരെന്ത് ചെയ്യത്തില്ല. ചിലർക്ക് വിശ്വാസം അങ്ങ് കയറും. ചിലപ്പം കയറിയാൽ ആ 2 ആഴ്ച അടിപൊളി വിശ്വാസമായിരിക്കും, പിന്നെ 2 കൊല്ലത്തേക്ക് വിശ്വാസം അവർ പറയത്തേ ഇല്ല. സ്തോത്രം. ചിലർ വണ്ണം കൊണ്ടാൻ ഡയറ്റീഷ്യൻ എടുക്കുക ചെല്ലും വണ്ണം കുറയാൻ. അപ്പം ഡയറ്റീഷ്യൻ പറയും, നിങ്ങളെ അങ്ങനെ ഒത്തിരി ഫുഡ് കഴിക്കരുത്. രാവിലെ 2 ഇഡലി, ഉച്ചയ്ക്ക് 1 ചപ്പാത്തി, വൈകിട്ട് ഫ്രൂട്ട്സ് മാത്രം. പണ്ടൊരാളോട് ചോദിച്ചു, ഇത് ഫുഡിന് ശേഷമാണോ ഫുഡിന് കഴിഞ്ഞിട്ടാണോ? അപ്പോട്ടെ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? വീട്ടിലോട്ട് വന്നിട്ട് നമുക്ക് വണ്ണം പെട്ടെന്ന് കുറയാൻ വേണ്ടിയിട്ട് 2 ഇഡലി നമ്മൾ 1/2 ഇഡലിയാക്കും.
ഒരു ചപ്പാത്തി, ഒരു മുറി ചപ്പാത്തിയാണ്. വൈകിട്ട് ഫ്രൂട്ട്സ് ഇല്ല, ഒരു വെള്ളം മാത്രം കുടിച്ച് കിടന്നുറങ്ങും. പക്ഷെ 3 ദിവസമേ പോകത്തുള്ളൂ. 3ൻ്റെ അന്ന് ഈ 3 ദിവസം കൂടെ കഴിക്കാതെ ഒന്നിച്ച് കഴിച്ച് 2 കിലോ കൂടെ കൂട്ടും. ചിലര് വിശ്വാസം പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ഹയർ ലെവലിൽ പോകും. അടിച്ചു പോയാലോ യോഗത്തിന് പോലും വരികയില്ല. ചിലര് ആവേശത്തിന് കയറി ഭയങ്കര ഉപവാസം പ്രഖ്യാപിക്കും. ഇന്നെല്ലാം നേടിയിട്ടേ ഉള്ളൂ. പക്ഷെ ആ ഉപവാസം മുഴിപ്പിക്കുന്നതിന് മുമ്പ് ഒരു വിശപ്പ് വരും. അന്നേരം ആരും കാണാതെ കടയിൽ പോയി ഒരു ഷെയ്ക്ക് ആദ്യത്തെ ദിവസം കുടിക്കും. 2ാം ദിവസം ആരും കൂടാതെ കാണാതെ ഒരു പിസ്സായും കഴിച്ചു വീട്ടിൽ വരും. ഇതെങ്ങനെ വെളിപ്പെട്ടെന്നില്ലയോ ചോദിക്കുന്നത്? പറയാൻ തോതിലോട്ട്. ഇനി പ്രാർത്ഥനയുടെ ഒരു ശക്തി ഞാൻ പറയാം. സ്തോത്രം. ബൈബിള് പറയുമ്പം ദാനിയേൽ പ്രാർത്ഥിച്ച കാര്യം ബൈബിളിലുണ്ട്. വായിക്കണ്ട, എന്നെ നോക്കിയിരുന്നാൽ മതി. അവൻ വാതിൽ തുറന്നിട്ട് പ്രാർത്ഥിച്ചു. യേശു പ്രാർത്ഥന പഠിപ്പിച്ചു വാതിൽ അടച്ചിട്ട് പ്രാർത്ഥിക്കാം. അപ്പൊ വാതിൽ തുറന്നിട്ടും പ്രാർത്ഥിക്കാം, വാതിൽ അടച്ച്. അപ്പൊ വാതിലല്ല ഇവിടുത്തെ പ്രശ്നം, പ്രാർത്ഥനയാ പ്രശ്നം. ഹല്ലേലൂയ. ഞാൻ എൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവരെന്നോട് പറഞ്ഞു, പ്രാർത്ഥിക്കാൻ പോവില്ല, വാതിലടയ്ക്കാം. അത് യേശുക്രിസ്തു മത്തായി സുവിശേഷത്തിൽ പഠിപ്പിച്ചനുസരിച്ചാ. ഞാൻ പറഞ്ഞു, അച്ഛൻ അടച്ചോ, ദാനിയേൽ പ്രവചനം വെച്ച് ഞാൻ തുറന്നിടാൻ പോവാ. നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. ഇനി പ്രാർത്ഥനയുടെ പ്രത്യേകത, പ്രാർത്ഥനയ്ക്ക് ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. എന്തുവാ? ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുക, അവന്റെ പ്രാർത്ഥനാ വിഷയം കേട്ടണം. ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ അഗ്നി ഇറങ്ങി യാഗത്തെ കത്തിക്കണം. പ്രാർത്ഥനയാ. ഗ്ലോറി ടു ഗോഡ്. ലോർഡ്. അടുത്ത പ്രാർത്ഥനയാ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മറുപടിയുടെ മേഘം ആകാശത്ത് കാണത്തക്ക രൂപത്തിൽ വെളിപ്പെട്ടു വരണം. ഓ ലോർഡ്. ഇങ്ങനെ പറഞ്ഞു പോയാൽ ഇതേ പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ അവിടെ അത് നിർത്തുക. ഇനി പഴയ നിയമമൊക്കെ ഇവിടെ, പുതിയ നിയമത്തിലെ പ്രാർത്ഥന കേട്ടോ. അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇരുന്ന സ്ഥലം കുലുങ്ങി. അപ്പൊ ഒരു ദൂത് പറയാം, കാണത്തക്കവണ്ണം ചിലത് വെളിപ്പെടുത്താനും കാണത്തക്ക ചലനങ്ങളെ അയക്കാനും ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ഓ ഹല്ലേലൂയ. ഞാൻ വീണ്ടും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ. ഓ ഹല്ലേലൂയ. ഈ നമുക്കറിയാലോ, ചിലർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എന്നെ അത് ശ്രദ്ധിച്ചിരിക്കണം. ഇപ്പൊ ചിലർ വന്ന് പറയും, ചിലർ നമ്മളിങ്ങനെ യൂട്യൂബിൽ ഫേസ്ബുക്കിലൊക്കെ കിടന്ന് കളിയാക്കും. കളിയാക്കുന്നതെന്നു വെച്ചോ, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് വിടുതൽ കിട്ടിയില്ലല്ലോ. അവര് വിചാരിച്ചെങ്കിൽ ഇങ്ങനൊരു പേന കൊണ്ട് നടക്കുക, ഇത് ആരുടെ തലയിൽ കൈവച്ചാൽ സൗഖ്യമാവുന്ന വിചാരിച്ച് അവരിതൊക്കെ പറയുന്നേ. മുതുകാട് മുട്ടയിട്ടച്ച് സ്തോത്രം താറാവിനെ ഇറക്കുന്ന പോലെ അതൊരു മാജിക്കാ. പ്രയർ അങ്ങനല്ല. ഇനി ഞാൻ പ്രയറിന്റെ ഒരു ബോധ്യം പറയാം. ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നവന്റെ അകത്ത് ബോധ്യമുണ്ടാവും, ഈ പ്രാർത്ഥന ഇവന് ഫലിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുന്ന കറക്റ്റാണോ? നിങ്ങൾ പ്രവാചകനൊന്നുമല്ല, പക്ഷെ ചില വിഷയത്തിന് പായിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയാം ആ പ്രാർത്ഥന ഫലിക്കുക. എനിക്കൊരിക്കലും ഉണ്ടായ ഒരു അനുഭവം പറയാം. അനുഭവം കൂടെ പറയണമല്ലോ പ്രസംഗത്തിലേക്ക് വരുന്നതിന് മുമ്പേ. പ്രസംഗത്തിലേക്ക് വരാൻ പോവാ. ഇന്ന് തീർന്നില്ല, ഞായറാഴ്ച ബാക്കിയെടുക്കും. ശ്രദ്ധിക്കണം. എനിക്ക് വളരെ പരിചയമുള്ളതും TV പ്രോഗ്രാം കണ്ട് എന്നെ വിളിച്ചതുമായ ഒരു അങ്കിളും ആൻറ്റിയും ഉണ്ട്. അവർക്കൊറ്റ മോനെ ഉള്ളേ, ഒരേ ഒരു മോൻ. അവന് ജനിച്ചപ്പോഴേ അത്ര വലിയ പ്രശ്നമില്ല. പക്ഷേ നമ്മൾ പറഞ്ഞില്ലേ, ഒരു പിരി ഇച്ചിരി മനസ്സിലാകാനായി പറയുന്നു. എന്ന് പറഞ്ഞാൽ മെൻ്റലൊന്നും അല്ല, അത്യാവശ്യം 10 വരെ പഠിച്ചു. അപ്പം ഈ അപ്പനും അമ്മയും ചെല്ലുമ്പോൾ എന്നോട് ഭാരമായിട്ട് പറയുന്നത്, അവരുടെ വസ്തുവിന് കേസുണ്ടോ, വസ്തു വിൽക്കാൻ, ഇതൊന്നും അല്ല അവരുടെ പാർട്ട്. അവർ പറയുന്നത്, ഞങ്ങൾ മരിച്ചു പോയി കഴിഞ്ഞാൽ ഈ മോന് തന്നെ ജീവിക്കാനുള്ള ക്രാണിയില്ല, ഇവനെ ആര് നോക്കും? ഇതാ അവരുടെ ക്വസ്റ്റ്യൻ.
ഒത്തിരി കല്യാണങ്ങളുള്ള ഒന്ന് ഏത് ആലോചന വന്നാലും ചെറുക്കനും പെണ്ണും കൂടെ മിണ്ടുമ്പോൾ ഇവന് ചൊവ്വ വർത്തമാനം പറയാൻ അറിയത്തില്ല. ഒരു ചെറുക്കനും പെണ്ണും കൂടെ കണ്ടു കഴിയുമ്പം അത് വേണ്ടത് വെക്കും. പുള്ളി എൻ്റെ കയ്യെ പിടിച്ചു വെച്ച് പറഞ്ഞ പാസ്റ്റേ 63 പെൺകുട്ടികളെ കണ്ടു. ഇവൻ എല്ലാ പെൺകുട്ടികളെ ഇഷ്ടമാണ്, കാരണം അവൻ അത്തരം തിരിച്ചറിവില്ല. പക്ഷേ പെൺകുട്ടികൾക്ക് പലർക്കും ഇവനെ വിവാഹം കഴിച്ചാൽ അബദ്ധമാകുമോ എന്നൊരു ചിന്ത. പിന്നെ ചിലതൊക്കെ അവർക്കും ഇഷ്ടപ്പെട്ടു, പക്ഷെ പ്രാർത്ഥിച്ചപ്പം ദൈവാലോചന ഇല്ലാത്തത് കൊണ്ട് വേണ്ടെന്ന് വെച്ചു. ഒരു ദിവസം ഞാൻ ഇവരുടെ വീട്ടിൽ പല ആവർത്തി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവരെൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് കർത്താവ് എനിക്ക് ബോധ്യം കിട്ടി, ഈ പ്രാർത്ഥന ഇവന് ഫലിക്കും. ഞാൻ അവരോട് പറഞ്ഞു, മോൻ്റെ കല്യാണം ഉടനെ നടക്കും. ഒരു 1.5 മാസം കഴിഞ്ഞപ്പോൾ ഈ അങ്കിളും ആൻറ്റിയും കൂടെ എന്നെ കാണാൻ വന്നു. ഒരു ഫോട്ടോയും കൊണ്ടാവുന്നത്. ഇവനെ കണ്ട അത്ര സുന്ദരനൊന്നുമല്ല, എന്നാൽ നല്ല വെളുത്തതാണ്, നല്ല പേഴ്സണാലിറ്റി ഉണ്ട്. പക്ഷെ അവനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ചിരിക്കും. വലിയ പൊട്ടിച്ചിരിയൊന്നുമല്ല, ചിരിക്കുമ്പോൾ ആൾക്ക് തോന്നി ചിരിക്കുവാൻ. അവനെ നോക്കിയാൽ ചിരിക്കുന്നതെന്നൊക്കെ തോന്നും. ചുരുക്കി പറയാം, ഈ വിവാഹം ദൈവഹിതമാണോ എന്നൊന്ന് പ്രാർത്ഥിച്ച് പറയാം. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ഈ വിവാഹം ദൈവഹിതമാണ്. കൃപയാൽ ആ മകന്റെ വിവാഹം നടന്നു. ഒരു ദിവസം അപ്പൻ എന്നോട് പറയുക, പാസ്റ്ററെ, മനുഷ്യരാരും ഒരുക്കിയാൽ ഇതുപോലെ നല്ലൊരു പെങ്കൊച്ചിനെ, ഇവന്റെ 3 ഇരട്ടി വിദ്യാഭ്യാസം, ഇവരുടെ വീടിനേക്കാൾ 3 ഇരട്ടി കുടുംബ മഹിമ. ആ അപ്പൻ എന്നോട് ചോദിക്കുക, എന്തിനാ പാസ്റ്ററെ അവള് വന്ന് ഇവനെ കെട്ടിയേ? അപ്പം പറയാ, എൻ്റെ 3 ഇരട്ടി സമ്പത്ത് അവക്കുണ്ട്, എന്തിനാ കെട്ടിയേ? ഓ, ഞാൻ പറഞ്ഞു, നമുക്ക് 2 പേർക്കും കൂടി ഈ കൊച്ചിനോടും ചോദിക്കാം. ഞാൻ ചോദിക്കാം, അച്ഛൻ കേട്ടോണ്ടിരിക്കാം, മിണ്ടരുത്. ഞാൻ ചോദിച്ചു, മോളെ, കല്യാണം കഴിഞ്ഞൊരു 3 മാസം കഴിഞ്ഞാ. ഞാൻ ചോദിച്ചു, മോൾ ഈ മകനെ കല്യാണം കഴിക്കാൻ കാര്യം എന്താ? എന്നോട് പറഞ്ഞു, പാസ്റ്റർക്കളെ, കല്യാണം വന്നു കഴിഞ്ഞു ഒരു രാത്രി ഞാൻ ഇദ്ദേഹത്തെ കണ്ടിട്ടില്ല. ഒരു രാത്രി ഉറങ്ങുമ്പോൾ ഞാൻ സ്വപ്നത്തിൽ ഇവനെ കണ്ടു. അപ്പൻ പിറ്റേന്ന് ഫോട്ടോ കാണിക്കുമ്പം എൻ്റെ വീട്ടുകാരെന്നോട് പറഞ്ഞ്, കെട്ടരുത്, ഇവനെ കുഴപ്പമാണെന്ന് പറഞ്ഞു. പക്ഷേ സ്വപ്നത്തിൽ ഇവനെ കണ്ടു. ഞാൻ ഇവനെ വിവാഹം കഴിക്കുന്നതിനകത്ത് ദൈവത്തിന് ഹിതമുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഞാൻ ചോദിച്ചു, മോളെ, എന്നാ സ്വപ്നം കണ്ടേ? എന്നോട് ദൈവം സംസാരിച്ച് 15 ദിവസം കഴിഞ്ഞപ്പോൾ ആ സ്വപ്നം കണ്ടേ. അതിനർത്ഥം പ്രാർത്ഥന ഫലിച്ചു. ഞാൻ ഇന്ന് മെസ്സേജ് തുടങ്ങുമ്പോഴേ പറയാം, നീ ഒത്തിരി നാളുകൾ കൊണ്ട് പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിന് നിന്റെ പ്രാർത്ഥന ഫലത്തിലെത്താൻ പോവാ. ഇതൊരു പ്രവചന ശബ്ദമാ. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? നടക്കുവാൻ ഇനി അതിനെക്കാട്ടി വലിയ അത്ഭുതം. ഇവക്കൊരസുഖമില്ല, പക്ഷെ ഇവക്കൊരു കുഞ്ഞ് ജനിച്ചു. ഇവന്റെ കുഞ്ഞല്ലേ. ഡോക്ടർമാര് പറഞ്ഞു, ഇവന് ധാരാളം മരുന്ന് ചെറുപ്പം മുതൽ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അംഗവൈകല്യമുള്ള പിള്ളേർ ജനിക്കും. പക്ഷേ ആദ്യം ജനിച്ച ആൺകുഞ്ഞിന് ഒരു ഊനവും ഇല്ല. ഒരു പെണ്ണ് ജനിച്ചു, ഒരു ഊനവും ഇല്ല. ഞാനൊരു ദൂത് നിന്നോട് പറയാം, പ്രാർത്ഥന ഫലിച്ചാൽ, ഓ ഹല്ലേലൂയ, ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയുക, നീ വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിന് ആ പ്രാർത്ഥന ഫലിച്ചു എന്ന വാർത്ത. ഓ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. എത്ര പേർക്ക് അത് തിരിച്ചറിയാൻ പറ്റിയെന്ന് എനിക്കറിയത്തില്ല. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഇനി പ്രാർത്ഥന ഫലിക്കും. അടുത്തിരിക്കുന്ന കൈ കൊടുത്തേച്ച് പറ, നിന്റെ പ്രാർത്ഥന ഫലിക്കുമെന്ന് പറ. ഒന്ന് പറഞ്ഞേ, നിങ്ങളുടെ പ്രാർത്ഥന
ഫലിക്കും. ഒന്ന് അടുത്തിരിക്കുന്ന ആളെ നോക്കി ഒരു വിശ്വാസം പറ, നിന്റെ പ്രാർത്ഥന ഈ ദിവസങ്ങളിൽ ഫലിക്കും. എന്നോട് ദൈവത്തിൻ്റെ ആത്മാ പറയുക, നിന്റെ പ്രയറിനെ ബ്ലോക്ക് ചെയ്യുന്ന കരങ്ങൾ ഇന്ന് നിന്നെ വിട്ട് മാറണം. നിന്റെ വീടിനകത്ത് പ്രാർത്ഥന അത്ഭുതത്തെ ചെയ്യാൻ പോവുക. നിന്റെ തലമുറ, ഓ ലവ് യു ഫാദർ, യേശുവിൻ്റെ നാമത്തില്, യേശുവിൻ്റെ നാമത്തില് ചില വീട്ടിലെ അന്തരീക്ഷങ്ങൾ ഇളകി മറിയാൻ പോവുക. നിന്റെ വീട്ടിലെ പ്രാർത്ഥന അന്തരീക്ഷത്തെ കെടുത്തുന്ന ചില നാവുകളെ ബ്ലോക്ക് ചെയ്യാൻ പോവുക. ഓ, നിന്റെ വീടിന്റെ അന്തരീക്ഷത്തെ കെടുത്തുന്ന ചില പ്രവൃത്തികളെ ദൈവം ബ്ലോക്ക് ചെയ്യാൻ പോവുക. നിന്റെ ഓ ഹല്ലേലൂയ. നിങ്ങൾ ഇന്ന് ഈ ദൂത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് ഉൾപ്പെടെയാ കർത്താവ് സംസാരിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥന അന്തരീക്ഷത്തിൻ്റെ മേൽ ഒരു ദൈവത്തിൻ്റെ ഗ്രേസ് വീഴാൻ പോവുക. ഓ യേശുവിൻ്റെ നാമത്തില്. ഓ എന്ന് പറഞ്ഞാൽ നിന്റെ വീടിനകത്ത് പ്രാർത്ഥന അനുഗ്രഹങ്ങളെ സൃഷ്ടിക്കാൻ പോവുക. നിന്റെ വീടിനകത്ത് പ്രാർത്ഥന അത്ഭുതങ്ങളെ. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. ഇന്ന് ചില മാരക രോഗങ്ങളെ പ്രാർത്ഥന കയറി തൊടും. ഓ ഇന്ന് ആ പ്രാർത്ഥന ഫലിക്കും. ഒരിക്കലും മാറാത്ത മാരക രോഗങ്ങൾ. സ്തോത്രം, സ്തോത്രം. ഞാൻ എന്നും പ്രാർത്ഥിക്കുന്ന കുറച്ചു പേരുടെ പ്രാർത്ഥനയുണ്ട്. പാസ്റ്റർ ജോഷിയുടെ സിസ്റ്റർക്ക് വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കും. മരുന്ന് ചെന്നോട്ട്, പക്ഷെ പ്രാർത്ഥന ഫലിക്കണം. പക്ഷെ അരുണിന്റെ വൈഫിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. കർത്താവെ, പ്രാർത്ഥന ആ യൗവനക്കാരിയെ തൊടണം. നിങ്ങളുടെ ഉള്ളിൽ തന്നെ എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയാം, നിന്റെ ലൈഫിനെ ബ്ലോക്ക് ചെയ്ത ആ ബ്ലോക്കിനെ ഇന്ന് പ്രയർ കയറി തൊടും. ഇതല്ല നിന്റെ ഫ്യൂച്ചർ. ഇനി പ്രാർത്ഥനയെക്കുറിച്ച് യേശു പഠിപ്പിച്ചൊരു ഭാഗത്തിലോട്ട് വരാവുക. അമ്മി ഒന്നുകൂടെ നെഞ്ചത്ത് കൈവച്ച് പറ, എൻ്റെ പ്രാർത്ഥന ഫലിക്കുമെന്ന് പറ. മുമ്പേ നമ്മൾ അടുത്തിരുന്ന ആളോടാ പറഞ്ഞ നിങ്ങളുടെ പ്രാർത്ഥന ഫലിക്കും. ഇപ്പം നെഞ്ചത്ത് കൈവച്ച് ധൈര്യത്തോടെ പറ, എൻ്റെ പ്രാർത്ഥന ഫലിക്കും. ഞാനൊരു വെളിപ്പാട് പറയാം. നീ നിന്റെ വീടിനകത്ത് സന്തോഷത്തോടെ നൃത്തം ചെയ്യുന്ന ദിവസം വരുന്നു. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഓ യേശുവിന്റെ നാമത്തില് പ്രാർത്ഥന ഫലിക്കട്ടെ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന. എന്നെ ശ്രദ്ധിച്ചിരിക്കണം. ബൈബിൾ തുറക്കാം. മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 22-ാമത്തെ വാക്യം. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഉത്തരം പറ. യേശു പഠിപ്പിക്കുക, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും. പ്രാർത്ഥിക്കുന്ന ധാരാളം പേരുണ്ട്, എന്നാൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ എണ്ണം കുറവാണ്. എന്തുവാണ്? വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ യേശു പഠിപ്പിക്കുക, നിനക്കത് ലഭിക്കും. അടുത്തിരിക്കുന്ന ആളെ തൊട്ടേ ചോറ, ഈ ദിവസങ്ങളിൽ നിനക്ക് ചിലത് ലഭിക്കും. ഇനി ഞാൻ അങ്ങനെയൊക്കെ ഒന്ന് പറയാനാ ഇന്നത്തെ നിയോഗം. ഗ്ലോറി ടു ഗോഡ്. തടയുന്ന കരങ്ങൾക്കിനി സ്ഥാനമില്ല. കാരണം പ്രാർത്ഥിച്ച് വാങ്ങിക്കാൻ ചിലത് തീരുമാനിച്ചിട്ടുണ്ട്. ലോർഡ്, ധൈര്യമുണ്ടോ നിനക്ക് പ്രാർത്ഥിച്ച് വാങ്ങിക്കാൻ? ഒരു ചലഞ്ചായിട്ട് ഇത് ഏറ്റെടുക്കണം. ജീസസ്, എൻ്റെ ലൈഫിൽ വന്ന തടസ്സങ്ങളെല്ലാം തന്നെ വഴിമാറും. ഞാൻ ചിലതൊക്കെ പ്രാർത്ഥിച്ചു വാങ്ങിക്കും. ശ്രദ്ധിക്കാം, ശ്രദ്ധിക്കാം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഉത്തരം പറ. ഒത്തിരി നീട്ടി പറയാതെ ഷോർട്ടായിട്ട് പറയാം.
വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ലഭിക്കും. ഒന്ന് പറഞ്ഞേ, വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ലഭിക്കും. ഒരാമയും വരുന്നില്ല. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയും, ഈ ദിവസങ്ങളിൽ നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ നിനക്ക് ആ മറുപടി ലഭിക്കും. എത്ര പേർക്ക് അതിന് ആമയും പറയാൻ പറ്റും? പ്രാർത്ഥിക്കാൻ കഴിയാത്ത വിഷയത്തെ ഇന്ന് പകൽ പ്രാർത്ഥിക്കാൻ നിയോഗം ദൈവം തരിക. ഈ യേശുവിന്റെ അടുക്കല് ഒരു രോഗി വന്നപ്പോ യേശു ആ രോഗിയോട് ചോദിക്കുകയാണ്, ഇത് ചെയ്തു തരാൻ എനിക്ക് കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നു? അപ്പൊ പ്രാർത്ഥിക്കാൻ വരുന്നവർക്ക് ഉണ്ടാകേണ്ട ഒരു പ്രത്യേകത, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യം ചെയ്തു തരാൻ ദൈവത്തിന് കഴിയുമെന്നൊരു വിശ്വാസകത്തുണ്ടാണ്. ഒരമ്മയും വരുന്നില്ല. ഇപ്പൊ എനിക്കൊരു 10 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്. 10 ലക്ഷം രൂപയുടെ ആവശ്യം. ഞാന് ഒരു സാധാരണക്കാരോട് ഇന്ന് 10 ലക്ഷം ചോദിച്ചാൽ അവനും ഞെട്ടും ഞാനും ഞെട്ടും. എന്നാൽ മുത്തൂറ്റുകാരോട് ഇന്നൊരു 10 ലക്ഷം രൂപ ചോദിച്ചാലോ പെട്ടെന്ന് മനസ്സിലാകുന്ന കാര്യം പറയാം. ചോദിക്കാൻ കാരണം എന്നാ? എനിക്ക് ആവശ്യമുണ്ട്, അത് ചെയ്തു തരാൻ അവർക്ക് കഴിയും. ഒരാമയും വരുന്നില്ല. ഒരു ചോദ്യം ഈ ഫ്രൈഡേ ഫാസ്റ്റിങ്ങിൽ വന്നവരോട് ചോദിക്കുക, നിങ്ങൾ കൊണ്ടുവന്ന വിഷയം ചെയ്തു തരാൻ ദൈവത്തിന് കഴിയോ? പ്രാർത്ഥന ഫലിക്കുന്ന കാര്യം പറയാൻ പോവാ. ആദ്യം നമ്മുടെ അകത്തുണ്ടാകേണ്ടത് വിശ്വാസം. ഞാൻ കൊണ്ടുവന്ന വിഷയം ഇന്ന് വരെ ലോകത്തിൽ ആർക്കു വേണ്ടിയും ചെയ്തു കൊടുത്തിട്ടില്ലാത്തതുപോലെ എനിക്ക് വേണ്ടി ചെയ്തു തരാൻ. ഞാനൊരു പ്രവചനം നടത്തുക. ഈ ദിവസങ്ങളിൽ നിന്റെ വീടൊരു ദൈവപ്രവർത്തിക്ക് കള ഒരുക്കാൻ പോവാ. നിന്റെ സന്തതിയുടെ മേലൊരു ദൈവപ്രവർത്തി. കൃപ 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 കൃപ. വീണ്ടും വീണ്ടും ഞാൻ ശബ്ദം കേൾക്കുന്നു. പ്രാർത്ഥനയിൽ ലഭിക്കും, പ്രാർത്ഥനയിൽ ലഭിക്കും. ആ മറുപടി ലഭിക്കും. നിനക്ക് ആരും ഇടപെടാൻ വ്യക്തികളില്ല, പക്ഷെ പ്രാർത്ഥനയില് ഈ നമ്മുടെ ദൈവത്തിന്റെ ഒരു പ്രത്യേകത ഞാൻ നിങ്ങളോട് പറയാം. വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, മനുഷ്യർക്ക് അസാധ്യം ദൈവത്തിന് അല്ല. ദൈവത്തിന് ഈ നമുക്കാണത് അസാധ്യം, പക്ഷെ ദൈവത്തിന് അത് അസാധ്യമല്ല. ഒരാമയും പറയണം. ഞാൻ വചന വെളിപ്പാട് ഇന്നുകൊണ്ട് പറയാം, ദൈവത്തിന് എന്തും ചെയ്യാൻ പറ്റും. ദൈവത്തിന് ഈ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ദൈവം പറഞ്ഞു, 12 ഗോത്ര പ്രഭുക്കന്മാരും 12 വടി കൊണ്ടുവരണം. ആരൊക്കെ എന്തോ വടി കൊണ്ടുവന്നൊന്നും ബൈബിൾ എഴുതിയിട്ടില്ല. പക്ഷെ ഒരാൾ കൊണ്ടുവന്ന വടിയുടെ പേര് മാത്രം പറഞ്ഞു. അതെന്നാ? ബദാമിന്റെ കമ്പ്. അതാരാ കൊണ്ടുവന്നേ? അഹരോൻ. എന്നിട്ട് എല്ലാത്തിന്റെ മേലും അവരവരുടെ പേരെഴുതണം, അല്ല പിന്നെ പ്രോബ്ലം ഉണ്ടാവും. അവരുടെ പേരെഴുതണമെന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണം. ഈ സസ്യശാസ്ത്രം പഠിച്ചാൽ കുരുവിട്ട് കിളിപ്പിക്കുന്ന വൃക്ഷങ്ങളുമുണ്ട്, കമ്പ് വെട്ടി കിളിപ്പിക്കുന്ന വൃക്ഷങ്ങളുമുണ്ട്. മനസ്സിലാകാൻ പറയുക. നമ്മുടെ വീട്ടില് ചാമ്പയുണ്ട്. ചാമ്പയെ കമ്പ് വെട്ടിയാന്നോ കിളിപ്പിക്കുന്നേ, കുരുവിട്ടാന്നോ കിളിപ്പിക്കുന്നത്? നമ്മുടെ വീട്ടിൽ കപ്പയുണ്ട്. കപ്പ കുരുവിട്ടാന്നോ കിളിപ്പിക്കുന്ന, കമ്പ് വെട്ടിയാന്നോ? ബദാം കുരുവിട്ട് കിളിപ്പിക്കുന്ന വൃക്ഷ. കുരുവിട്ട് കിളിപ്പിക്കുന്ന വൃക്ഷം
കമ്പ് വെട്ടിവെച്ച ഒരിക്കലും കിളിക്കത്തില്ല. ഇത് അഹരോനും അറിയാം. പക്ഷേ കിളിപ്പിക്കുന്നവൻ വേറൊരാളാണ്. ഒരാമയും പറയണം. ഞാനൊരു ദൂത് നിന്നോട് പറയുക, മനുഷ്യർക്ക് അസാധ്യം, ദൈവത്തിനല്ലതാനും. നിന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത, കാതുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത തിരിച്ചറിവുള്ളവർ ദൈവത്തിന് സ്തോത്രം ചെയ്തേ. ചിലരൊക്കെ നീ അത്ഭുതത്തിന്റെ പുറകെയാന്നും അത്ഭുതം തട്ടിപ്പാന്നും ഒക്കെ കളിയാക്കുമ്പോൾ, അത്ഭുതം ബൈബിളിന്റെ വചന. യേശുവിന് വേറൊരു പേരുണ്ട്, കേട്ടോണം, അത്ഭുത മന്ത്രി. ഒരാമയും പറഞ്ഞു തുടങ്ങണം. ചിലർക്ക് യേശുവിനെ അറിയാം, ഞങ്ങൾക്ക് ജീവിക്കുന്ന യേശുവിനെ അറിയാം. ഒരാമയും പറഞ്ഞു തുടങ്ങണം. ഞാൻ ദൂതിലോട്ട് വരിക. ദൈവത്തിന് സ്തോത്രം. അപ്പം ഈ നമ്മുടെ ഒരു പ്രശ്നം പറയാം. നമുക്കൊരു 15,000 രൂപയുടെ ജോലിയുണ്ട്. ആ ജോലി തെറിക്കുന്ന സാഹചര്യം വന്നതുകൊണ്ട് നമ്മൾ 3 ദിവസം ഉപവസിച്ച് നമ്മളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്ന മാനേജരെ ബന്ധിച്ച് അവിടെ ഇരുത്തും. അതുകൊണ്ടാണ് ഇന്നും ആ 15,000 നിൽക്കുന്നത്. ആ ജോലി ദൈവമായിട്ട് കളയിച്ച കാര്യം അടുത്ത 55,000 ജോലി വെച്ചോണ്ടാ. ഇവനെന്ന് ഈ പ്രാർത്ഥിച്ച് ബന്ധിച്ച് ഈ 15,000 ജോലി മതി. ഏലിയാവിന് ഒരു ദിവസം കാക്ക കൊണ്ട് അപ്പം കൊടുത്തു, ഡെയിലി കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു ദിവസം കാക്കയെ കാണുന്നില്ല. ഉടനെ ഏലിയാവ്, കർത്താവേ, എൻ്റെ കാക്കയുടെ വരവിനെ തടഞ്ഞവനെ ബന്ധിക്കുന്നൊന്നും പറഞ്ഞില്ല. കാക്ക സപ്ലൈ നിർത്തിയപ്പോൾ സാരാപത്തിലെ വിധവ സെറ്റ് സാരി ഉടുത്ത് അപ്പം വിളമ്പി കൊടുത്തു. അതും പെട്ടെന്ന് നിന്നു. ഉടനെ നിലവിളിച്ചില്ല. ദൂതന്മാരപ്പം വിളങ്ങാൻ അറിയും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു വഴി അടയുമ്പോൾ തുറക്കുന്നത് അതിനേക്കാൾ ശ്രേഷ്ഠമേറിയതാ. തിരിച്ചറിയുള്ളവർ ദൈവത്തിനോട് സ്തോത്രം ചെയ്താട്ട്. ഓ ലോർഡ്, ആരോ അസാധ്യതകളുടെ മുമ്പിൽ നിൽക്കുക, ആരോ നടക്കാത്ത വിഷയത്തിന്റെ മുമ്പിൽ നിൽക്കുക. ഒരു സാധ്യതയുമില്ല. പേഴ്സ് ശൂന്യം, ബാങ്ക് ശൂന്യം, എല്ലാം ശൂന്യം. ദൈവം പറയുകയാണ്, ഇത് ചെയ്തു തരാൻ എനിക്ക് കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നോ? ഓ ഹല്ലേലൂയ. ഞാൻ വീണ്ടും പറയാം, പ്രാർത്ഥന ഫലിക്കും. ഇന്നും നിന്റെ വീട്ടിൽ നീ നടന്നു കയറുമ്പോൾ പറഞ്ഞുകൊണ്ട് കയറണം, എൻ്റെ പ്രാർത്ഥന ഫലിക്കും. ചലിക്കാത്ത ഡോക്യുമെന്റ് ഒക്കെ ചലിക്കാൻ പോവുക, തുറക്കാത്ത വാതിലൊക്കെ തുറക്കാൻ പോവുക. യേശുവിൻ്റെ നാമത്തില് പ്രാർത്ഥന ഇവിടെ നിന്ന് ഉയരുമെങ്കിൽ സ്തോത്രം. ഞാനൊരു ദൂതൂടെ പറയാം, ചില സാത്താന്യ തന്ത്രങ്ങളിൽ നിന്ന് പൊളിഞ്ഞു വീഴും. പിശാച് വിചാരിച്ചത് മറുപടി തടയപ്പെട്ട നീ പ്രയർ നിർത്തുവന്ന. അല്ല, ലഭിക്കുവോളം പ്രാർത്ഥിക്കും, പ്രാപിക്കുവോളം പ്രാർത്ഥിക്കും. തിരിച്ചറിവുള്ളവർക്കായി സ്തോത്രം ചെയ്യുക. എന്നോട് ദൈവാത്മാ പറയാ, ഒത്തിരി താണുപോയ ചില ഡോക്യുമെന്റുകൾ നിനക്ക് വേണ്ടി ദൈവം ചലിപ്പിക്കാൻ പോവുക. ചിലരുടെ വിട്ടുപോയ ജീവൻ, വിട്ടുപോയ അനുഗ്രഹങ്ങൾ തിരിച്ചു വരാൻ പോവുക. ഇന്ന് പകൽ ഒരു വെല്ലുവിളി നടക്കുക, പ്രാർത്ഥന ഫലിക്കും. നിങ്ങൾ നോക്കിയോ, വർഷം നീ എഴുതി തള്ളിയ ചില വിഷയത്തിന്റെ മറുപടി ഉടനെ നിന്റെ വീടിന്റെ ഡോറെ വന്ന് മുട്ടും. നടക്കത്തില്ലെന്ന് പറഞ്ഞ് നിന്നോടാ, മാതാവേ നിന്നോടാ, പിതാവേ, എനിക്കിവിടെ നൃത്തം ചെയ്താൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ട്. യേശുവിന്റെ നാമത്തില് വർഷങ്ങളായി നിന്റെ കുടുംബത്തെ തകർത്ത ആഭിചാര ശക്തികൾക്ക് ഇനി അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. കാരണം പ്രാർത്ഥന ഫലിക്കും. യെശയ്യാവിൽ പറഞ്ഞ വാക്യം എടുത്തിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ ഇപ്പോ ഒരു ദൂത് പറയുക, പ്രാർത്ഥന നിനക്ക് ഫലിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടെ നടക്കും. നിന്നെ സ്ഥിരമായി ഉപദ്രവിക്കുന്നവന്റെ ആയുധം ഇനിയും ഫലിക്കുകയില്ല. വന്നതുപോലെ തിരിച്ചു പോവും. ഒരു വഴിയായി വന്നവൻ 7 വഴിയായി. കൃപ 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 കൃപ. ഓ
ദൈവകൃപ, ദൈവകൃപ. നീ ഇവിടെ പ്രാർത്ഥിച്ചോണ്ടിരിക്കുമ്പോ പ്രാർത്ഥന നിന്റെ വീട്ടിൽ ഫലിക്കുന്നു. നിന്റെ മോനിരിക്കുന്ന രാജ്യത്ത്, നിന്റെ മകളിരിക്കുന്ന രാജ്യത്ത്. ശ്രദ്ധിക്കണം, നിങ്ങൾ ഇന്ന് വരെ ലൈഫിൽ ഫേസ് ചെയ്തിട്ടില്ലാത്തൊരു പ്രോബ്ലം നിങ്ങൾക്ക് വരുമ്പോൾ ഓർത്തോണം, കർത്താവ് കൈവിട്ടതല്ല. നിന്റെ അകത്തെ വിശ്വാസം വർക്ക് ചെയ്യണം. എന്ത് പ്രശ്നം വന്നാലും ആദ്യം പറയണം, ഞാൻ ഇതിനെ ജയിക്കും. ഒന്ന് പറഞ്ഞേ, പഠിപ്പിച്ചു വിടുക, ഞാൻ ഇതിനെ. കാരണം അന്നേരം നിങ്ങൾക്ക് ഈ പ്രോബ്ലം ഉള്ളപ്പോൾ വന്ന് പറയാൻ ചിലപ്പോൾ ഞങ്ങൾക്ക് പറ്റിയെന്ന് വരത്തില്ല, ഞങ്ങളെ ഫോൺ വിളിച്ചാൽ കിട്ടിയെന്ന് വരത്തില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞോണം. ഞാൻ എല്ലാ ദിവസവും LKG പിള്ളേരെ പോലെ പാല് കുടിച്ചുകൊണ്ടിരിക്കരുത്. പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നീ പറഞ്ഞുകൊണ്ടിരിക്കണം, ഇതിനെ ഞാൻ ഓവർകം ചെയ്യും. ഓ ജീസസ്. ദാവീദ് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കർത്താവേ, എൻ്റെ ദീപത്തെ ഒന്ന് കത്തിക്കണം. എന്തോ ദാവീദേ, എനിക്ക് മുമ്പിൽ നിൽക്കുന്ന മതില് ഞാൻ തന്നെ ചാടിക്കടക്കും. എത്ര പേര് അതിന് ആമീൻ പറയാൻ പറ്റും? ഇന്ന് പകൽ നിന്നെ ഒന്ന് കത്തിക്കാൻ പോവുക. നിനക്കെതിരെ ചിലര് കെട്ടിയ മതില്, ആ മതില് വളരത്തില്ല, മതില് വളരത്തില്ല. പക്ഷെ നീ അതിനെ ഓവർകം ചെയ്യും. ഉൽപ്പത്തി പുസ്തകത്തിൽ വാക്യമുണ്ട്, വായിക്കണ്ട. എന്നെ നോക്കിയിരുന്ന വായിക്കേണ്ട വാക്യത്തിലോട്ട് ഞാൻ വരാം. യോസഫ് ഫലപ്രദമായ വൃക്ഷം. ബാക്കി പറയാം, അവന്റെ കൊമ്പ് എവിടാ? ചോദ്യം, മതില് വളരുമോ കൊമ്പ് വളരുമോ? അത് തിരിച്ചറിയണം. നിനക്കെതിരെ കെട്ടിയ കോട്ട വളരത്തില്ല, പക്ഷെ നീ എന്ന കൊമ്പ് വളർന്നതിന്റെ മേളിൽ നീയേ വളരത്തുള്ളൂ. നിന്റെ സന്തതിയെ വളരത്തുള്ളൂ, നിന്റെ കുടുംബമേ വളരത്തുള്ളൂ. ഈ കോട്ട അതുപോലെ വരെ നിൽക്കും. കൃപ, കൃപ, കൃപ. എന്നെ ശ്രദ്ധിച്ചേ, നമുക്ക് ദൂതിലോട്ട് വരാം. നിങ്ങളുടെ മനസ്സിൽ ഇന്ന് 1,00,000 പ്രാവശ്യം പറയണം, എൻ്റെ പ്രാർത്ഥന ഫലിക്കും. നിങ്ങൾ കണ്ടില്ലയോ, ചില കാര്യങ്ങൾ നടക്കാൻ പോകുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു പുഞ്ചിരി വരാറില്ലേ? നടന്നില്ല, പക്ഷേ പ്രതീക്ഷ. ഒന്ന് നേരം വെളുത്തായിരുന്നേ. ഈ ബൈബിളിൽ ഒരു സ്ത്രീ ഉണ്ട്, അവള് പ്രാർത്ഥിക്കാൻ പോയി. ആരും പ്രവചിച്ചൊന്നുമില്ല പള്ളിയിൽ, പക്ഷെ പ്രാർത്ഥിച്ചപ്പോൾ അവക്കുള്ളി തോന്നി, ഇനി അവിടെ മുഖം വാടനി വരത്തില്ല. മറുപടി ഒന്നും കിട്ടിയില്ല, പക്ഷെ കിട്ടി എന്നൊരു ഉറപ്പ്. ഇതുപോലെ ദൈവാത്മാവ് ദൂത് പറയാം, നിനക്ക് ഉറപ്പ് വരത്തക്കവണ്ണം ചിലരും നീയും കൂടെ സംസാരിക്കാൻ പോവാ. നിനക്ക് ഉറപ്പ്. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. നീ തകരത്തില്ലെന്ന ഉറപ്പ്, നീ തല കുടിക്കത്തില്ലെന്ന ഉറപ്പ്, നീ പരാജയപ്പെടത്തില്ലെന്ന ഉറപ്പ്, നീ ശൂന്യമാകത്തില്ലെന്നുള്ള ഉറപ്പ്. ഇങ്ങോട്ട് നോക്കിയേ, ആരും വേണ്ടാന്നേ, പ്രവാചകനൊന്നും വേണ്ടാന്നേ. പ്രാർത്ഥിക്കുന്ന നിന്റെ ഉള്ളിൽ ഭയങ്കര ബോധ്യങ്ങളാ. ഞാൻ ചോദിക്കട്ടെ, ഹന്ന പ്രാർത്ഥിച്ചപ്പോ ഏലി ദൂത് പറഞ്ഞോ? ഇല്ല. ഏലി ദൂത് പറയുന്ന കാലമുണ്ട്, നീ ഒറ്റയ്ക്ക് ദൂത് സ്വീകരിക്കുന്ന കാലമുണ്ട്. വിശ്വസിക്കാൻ പറ്റുമോ? എന്നും ഈ തല തുണിയിട്ടോണ്ട് ദൂത് കേൾക്കാൻ പോകുന്ന നിർത്തിക്കേ, നിന്നോട് ദൂതുണ്ട്. ഞാൻ വചനം പറയാ, എന്റെ ജനമെല്ലാം പ്രവാചകരായാൽ കൊള്ളായിരുന്നു. ഈ ദൂത് ഏത് രാജ്യത്തിരുന്ന് കേൾക്കുന്നവരോട് ഞാൻ പറയുക, നിന്റെ വീടിനകത്ത് പ്രാർത്ഥനാന്തരീക്ഷം ഉണ്ടാകാൻ പോവാ. ഞാൻ ഒരു വെളിപ്പാട് നിന്നോട് പറയാം. ചില വീടിനകത്ത് ഒരിക്കലും പ്രാർത്ഥനാന്തരീക്ഷം ഉണ്ടാകാത്ത രീതിയിൽ ആ വീടിനെ കുരുക്കി ഇട്ടേക്കുവാ.
എന്നാൽ ഇന്ന് ദൈവാത്മാ പറയും ആ കുരുക്കെല്ലാം അഴിയും. ഓ, നിന്റെ വീട്ടിലെ ചിത്തിരിപ്പിന്റെ വിഘടിപ്പിന്റെ ആത്മാവ്, അനൈക്യതയുടെ എവിടൊക്കെയോ ദൈവകൃപ വ്യാപരിക്കുക, എവിടൊക്കെയോ. യെസ്, ഈ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണേ, എന്നോട് ഉത്തരം പറയണം. നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് വിചാരിച്ചാൽ പ്രാർത്ഥിക്കാൻ പറ്റുമോ? നമുക്ക് പ്രാർത്ഥിക്കണമെന്ന് നമ്മളങ്ങ് വിചാരിക്കാം. ഞാൻ എന്ത് വില കൊടുത്തും പ്രാർത്ഥിക്കാൻ നോക്കി നമ്മൾ നമ്മുടെ പോയി ഇരുന്ന് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പടലി വേദന. ആദ്യം നമ്മൾ ഇച്ചിരി നേരം മുട്ടയിരിക്കും, പിന്നെ നമ്മൾ കട്ടിലെ ചാരിയിരിക്കും, പിന്നെ തലേണ എടുത്തിട്ട് തലയുടെ മേളിൽ കയറിയിരിക്കും. സ്തോത്രം. വാച്ചൊക്കെ അങ്ങ് കമത്തി വെക്കും ആദ്യം, സമയം നോക്കാതിരിക്കാൻ. പക്ഷെ നൂത്ത് വെക്കുമ്പോൾ എല്ലാം കൂടെ 3.5 മിനിറ്റേ ആകും. എന്നാ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഒരു പ്രാർത്ഥനാന്തരീക്ഷം ഉണ്ടായാൽ 3.5 മണിക്കൂർ പോകുന്ന അറിയത്തില്ല. ഇന്നൊരു ദൂത് ഞാൻ പറയാം. ദൈവദൂതന്മാർ നിന്റെ വീട്ടിൽ ഇറങ്ങുക ചിലതിനെ വെട്ടാൻ. ഞാൻ വെളിപ്പാടി കണ്ടോണ്ടാ ദൂത് പറയുന്നേ. നിന്റെ വീടിനകത്തു ഇന്ന് പരിശുദ്ധാത്മാവ് ചിലതിനെ വെട്ടുക. ആ വീടിന്റെ അന്തരീക്ഷം ഈ പ്രാർത്ഥന അന്തരീക്ഷം ശരിയായാൽ നീ തന്നെ സൗഖ്യവും, നിനക്ക് തന്നെ വിടുതൽ കിട്ടും. നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് കേൾക്കണം. ഒരു സഭയിൽ ദൈവമക്കളെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് എന്തിനാ? മെമ്പർഷിപ്പ് ചാവുമ്പം കുഴിച്ചിടാനല്ല. അല്ല, തെറ്റിദ്ധരിക്കരുത്. ആ പ്രാർത്ഥന അന്തരീക്ഷത്തിൽ നിന്നെ ചേർത്ത് നിർത്തിയിരിക്കുക. അല്ലാതെ മോടെ കല്യാണം തകരാൻ പോവാ, എന്നാ പിന്നെ 3 വെള്ളിയാഴ്ച പോയേക്കാന്നല്ല. പിടികിട്ടിയോ? കൊച്ചിന്റെ ലൈഫ് ശരിയായാലും ഇല്ലാലും പ്രയർ വിടുകല. മിണ്ടുന്നില്ല. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കണം, ഇച്ചോട് ഗഹനമായിട്ട് പറയാൻ പോവാ. അപ്പൊ ഒരു വീടിനകത്ത് വേണ്ടത് രാജസ്ഥാൻ മാർബിൾ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, കാശ് കൊണ്ട് കിട്ടും. പക്ഷേ വീടിനകത്ത് പ്രാർത്ഥനാന്തരീക്ഷം. വീടിനകത്ത് എന്താ വേണം? ഇന്നലെ രാത്രി തൊട്ട് എൻ്റെ അകത്ത് ഈ ദൂത് കടന്നിങ്ങനെ പ്രകാശിക്കുക. പ്രാർത്ഥന ഫലിക്കും. നിങ്ങൾ വിചാരിച്ച എന്തോ ഒരു കാര്യം ഈ വർഷം തീരുന്നതിന് മുമ്പ് നിന്റെ വീടുമായി ബന്ധപ്പെട്ട് നടക്കാനുണ്ട്. നിന്റെ കുഞ്ഞു പ്രാർത്ഥന പ്രാർത്ഥന പ്രാർത്ഥന. ഞാൻ നിങ്ങളോട് പറയാം, ഇന്ന് മീറ്റിംഗ് ഇച്ചിരി നീണ്ടാലും വിഷമിക്കൽ. എന്നും ഇങ്ങനെ ഒരേപോലെ പോയാൽ ശരിയാത്തില്ല. ലോർഡ്, നിങ്ങളൊന്ന് പൊടി കുടഞ്ഞു കളഞ്ഞ് എഴുന്നേക്കണം. സമയായി. വർഷങ്ങളായി നിനക്ക് ഗതികേട് വരുത്തിയവൻ ഇനി ആ ആയുധം ഇങ്ങോട്ട് ഫലിക്കുകയില്ല. ഇല്ല. ഹാമാനും ഭാര്യയും കുരുക്കാൻ വിദഗ്ധരാണെങ്കിൽ അവർക്കുള്ളിന്റെ ഉള്ളിലൊരു സത്യം അറിയാം, ഇതൊന്നും ഇവന് ഫലിക്കുകയില്ല. മിണ്ടുന്നില്ല. നിനക്ക് വിരോധമായി ചിലർ കൂട്ടുന്ന നിഗൂഢ പദ്ധതി അവര് തന്നെ അറിയാൻ പോവുക. ആ ആയുധം ഇവന് കൃപ
വലിയ ശാപങ്ങളെ ദൈവം പൊട്ടിക്കുന്നു. ചില ഒഴിയാ ബാധകൾ ഇന്ന് നിന്റെ വീട്ടിൽ നിന്ന് ഒഴിയുന്നു. ചില സ്ഫോടകാത്മകമായ വിടുതലുകൾ നടക്കുക, പൈശാചിക തലങ്ങൾ പൊട്ടിത്തെറിക്കുക. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന നിന്നോടാ ദൂത്, നിന്റെ പ്രാർത്ഥന ഫലിക്കും. ചൂട ശ്രദ്ധിച്ചിരുന്നാട്. അടുത്ത 10-25 മിനിറ്റ് എന്ന് പറഞ്ഞാൽ വളരെ വിലയേറിയ മിനിറ്റാണ്. ഞാൻ നിങ്ങളോട് പറയാം, ദൈവാത്മാവ് നമ്മളെ കൊണ്ടുപോകുന്ന പോലെ നമ്മൾ ഒരുങ്ങിക്കേറി വന്നോണം, അല്ലാതെ അങ്ങോട്ട് കൊണ്ട് വിടുതൽ തരത്തില്ല. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിരിക്കണം. ഗൗരവമായ ഭാഗത്തേക്ക് വരിക. സ്തോത്രം. അപ്പം മനസ്സിൽ കുറിച്ച് ചില വീടിനകത്ത് ആത്മീയ അന്തരീക്ഷം ഉണ്ടാകാൻ പോവാ. അപ്പോൾ ഒരു ദൂത് പറയാം, ചില പെനീനമാരുടെ വാ അടഞ്ഞേ പറ്റൂ. അടയുന്നത് എന്തിനാ? നീ അടയ്ക്കണ്ട, ദൈവം നിനക്ക് മറുപടി തന്ന് നിന്നെ സ്വന്തം വീട്ടിൽ കളിയാക്കുന്ന ചില നീ ഒന്നും ചെയ്യണ്ട. പ്രാർത്ഥനാന്തരീക്ഷം ഈ പെനീന എന്തേലും പറയുമ്പോ ഹന്നായുടെ മുഖം വാടും. അവള് കരയും, പട്ടിണി കിടക്കും, ഡിന്നർ വേണ്ട നോക്കും, കരയും. എപ്പോഴും ഇങ്ങനെ തുവാലയും കൊണ്ടാണ് നടക്കുന്നത്. ഈ ആഴ്ച പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു വന്നവ മുതൽ അവൾ എന്തോ പറഞ്ഞാൽ ഇവള് ചിരിക്കുക. അപ്പൊ ഇവിടെ അകത്തൊരു അങ്കലാപ്പ്. ആരും പ്രവചിക്കാനൊന്നും ഇവിടെ വന്നില്ലല്ലോ, എന്നാലും എന്തുവാ ഇവിടെ ചിരി? ഇത്രയും നാള് നീ ചിരിക്കുമായിരുന്നു, ഇനി ഞങ്ങളൊന്ന് ചിരിക്കട്ടെ. ഇത്രയും നാള് നീ ഈ വീട്ടിൽ കൂടെ ചിരിച്ചോണ്ട് നടക്കുമായിരുന്നു, ഇനി ഞങ്ങളൊന്ന് ചിരിക്കട്ടെ. കാരണം എന്നാന്നറിയാം, ഞങ്ങളുടെ മുഖത്തിന്റെ വാട്ടം അന്ന് മാറി. ഒരാമയും പറഞ്ഞു കൊടുക്കണം. നീ ഏതു വീട്ടിൽ വെച്ച് നിന്ന ചുമന്നോ അതേ വീടിനകത്ത് അങ്ങനെ ഇന്നപ്പോ ഒരു സന്തോഷ വാർത്ത. ഒരു ദിവസം രാവിലെ ഹന്ന ഇറങ്ങി വന്ന് പറഞ്ഞു, ഹസ്ബൻഡിനോട് പറഞ്ഞു, എൻ്റെ ഉദരത്തില് ഒരു കുഞ്ഞുണ്ട്. ഇപ്പം മുതൽ പെനീന മുറിന്ന് വെളിയിറങ്ങുന്നില്ല. പെനീനായ്ക്ക് ഇപ്പൊ ഹന്നായെ ഫേസ് ചെയ്യാനൊരു, അവള് ചീത്ത വിളിച്ചിട്ടൊന്നുമല്ല, വഴക്കുണ്ടാക്കിയിട്ടുമല്ല. കാരണം ഇത്രയും നാള് കളിയാക്കിയ വിഷയത്തിന്റെ മറുപടി അവിടെ അകത്തുരുവായി. നശിപ്പിക്കാൻ പല പണി നോക്കിയെങ്കിലും ഒരായുധം അവിടെ ഫലിക്കുകയല്ല. ദൂതിലോട്ടൊന്ന് കയറി തൊടാൻ പറ്റുന്നുണ്ടോ? നിന്റെ ഭാവിയെ തെളിയാൻ പോവാ, നിന്റെ കുടുംബം തെളിയാൻ പോവാ, നിന്റെ വാഗ്ദത്തം. കൃപ വ്യാപരിച്ചു തുടങ്ങട്ടെ, കൃപ വ്യാപരിച്ചു തുടങ്ങട്ടെ, കൃപ വ്യാപരിച്ചു തുടങ്ങട്ടെ, കൃപ വ്യാപരിച്ചു തുടങ്ങട്ടെ. ഹന്നായെ നീ എന്തുമാത്രം കരഞ്ഞോ അതിന്റെ മറുപടി ദാൻ മുതൽ ബേർശേബ വരെ ദൈവത്തിന്റെ വിശ്വസ്ത പ്രവാചകനായി. ആരോടൊക്കെയോ പരിശുദ്ധമാ നിന്റെ വീടിന്റെ അന്തരീക്ഷം മാറുക. വായടക്കേണ്ടവരുടെ വായ അടയ്ക്കും ദൈവം, അകത്തു കയറ്റേണ്ടവനെ അകത്തു കയറ്റും ദൈവം. അവി വെളിപ്പെടുത്തേണ്ടവളെ ഞാൻ ദൈവത്തിൽ നിന്ന് കേട്ടോണ്ടിരിക്കുക. ഒരു പ്രതീക്ഷമില്ലാത്തടത്ത് ഒരു അത്ഭുതം ഉരുവായി വരിക. ഞാൻ ഈ ദൂത് പറയുന്നത് ഒന്നിശൗമന്റെ പുസ്തകത്തിലെ ഹന്നായുടെ കഥ പറയുവല്ല, നിന്റെ ദൂത് പറയുക. വചനം മറക്കരുത്, പ്രാർത്ഥന ഫലിക്കും. അത് നീ അല്ല പറയാൻ പോകുന്നേ,
അത് ഫലിക്കുമ്പം നീ ഉള്ളിൽ ചിരിക്കും. നിന്നെ നോക്കി ചിരിച്ചവൻ ഉൾവലിയും. നിന്നെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. അതുപോലെ നിന്നെ ദൈവം ചില പെനീനാമാരുടെ ചരിത്രം ഒരധ്യായം കൊണ്ട് അവസാനിച്ചപ്പോൾ ഹന്നായുടെ ചരിത്രം ലോകം മുഴുവൻ കൃപ 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 കൃപ. നിന്റെ വീട്ടിൽ തന്നെ ചില അത്ഭുതം നടക്കാൻ പോവുക. നിന്റെ വീട്ടിൽ തന്നെ, നിന്റെ ബെഡ്റൂമിൽ തന്നെ, നിന്റെ കുടുംബത്തിൽ തന്നെ, നിന്റെ ജോലി സ്ഥലത്ത് തന്നെ, നിന്റെ കുടുംബജീവ നിന്റെ വിഷയത്തിന് വേഗത കൂടാൻ പോവുക. നിന്റെ വിഷയത്തിന് വേഗത കൂടാൻ പോവുക. മന്ദതകൾ പൊട്ടാൻ പോവുക. ആ തടസ്സങ്ങൾ പൊട്ടാൻ പോവുക. കൃപ 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 കൃപ. ഇതിവിടെ മാത്രമല്ല, രാജ്യങ്ങളിൽ വിടുതലുകൾ സൃഷ്ടിക്കുക. പറഞ്ഞോ, പ്രാർത്ഥന ഫലിക്കാൻ പോവാ. പ്രാർത്ഥന ഫലിക്കാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന. പലരും തടഞ്ഞ് വെള്ളിയാഴ്ച നിന്നെ ഇവിടെയും ലൈവിന്റെ മുമ്പിലും കൊണ്ടിരുത്തിയത് ദൈവമാ. നിന്നെ ഉറപ്പിക്കാനായി ദൂത്. പ്രാർത്ഥന ഫലിക്കും. നെഞ്ചത്ത് കൈവച്ച് പറ, പ്രാർത്ഥന ഫലിക്കുമെന്ന് പറ. ലോർഡ്, ഇനി ഒരു കാര്യം, പ്രാർത്ഥന ഫലിച്ചു എന്ന് ഹന്നായിക്ക് ബോധ്യപ്പെട്ടു, ഏലിക്ക് ബോധ്യപ്പെട്ടില്ല. നിന്റെ കൂടിരിക്കുന്ന ആക്ക് ബോധ്യപ്പെടുകയില്ല. ഒരു സ്ത്രീ യേശുവിനെ തൊട്ട് സൗഖ്യമായെന്ന് അവൾ അറിഞ്ഞു, കൂടെ നടന്നവൾ അറിഞ്ഞില്ല. 38 വർഷം കൊളക്കര കടന്നവനെ യേശു കിടക്കയെടുത്ത് നടക്കാൻ പറഞ്ഞപ്പോ കൂടെ ഇരുന്നവൻ അറിഞ്ഞില്ല. നിനക്ക് രഹസ്യമായിട്ടൊരു വിടുതൽ വരുന്നുണ്ട്. ആ വിടുതൽ പുറത്തു വരുമ്പോൾ നാട് കാണും, ദേശം. ലോർഡ്, നിന്റെ പ്രാർത്ഥനാ മുറി അത്ഭുതങ്ങളെ ഉരുവാക്കുന്ന മുറിയാക്കി. എഴുതിയിട്ടോ, ഈ വർഷം തീരുന്നതിന് മുമ്പ് നിന്റെ പ്രാർത്ഥന ഫലിക്കും. ഈ 31 മുമ്പ് പലരും മറുപടിയുമായിട്ട് ഇവിടെ വരും. നിന്റെ പ്രാർത്ഥന ഫലിക്കും. നിങ്ങളുള്ള ദൂത നിന്റെ പ്രാർത്ഥന. ഇനി സതിയെ വാക്യത്തിലോട്ട് വരുന്നു. മത്തായി 21:22. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഉത്തരം പറ. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ലഭിക്കും. എന്താ? നിങ്ങൾ വിശ്വസിക്കുന്ന വിഷയം. നിങ്ങൾ എന്നെ നോക്കണേ, ഞാൻ മനസ്സിലാകുന്ന ഒരു കാര്യം പറയാം. നമുക്കൊരു രോഗം ഉണ്ടായ നമ്മൾ ആദ്യം എന്തുവാ ചെയ്യുന്നത്? പറ. അയ്യോ, ആദ്യം ആശുപത്രി അല്ലയോ? പാഷ പോവോ? പാഷ മനുഷ്യനല്ലയോ? ആശുപത്രി പോയി മരുന്ന് കഴിക്കുമ്പോൾ നമ്മൾ പറയും, കർത്താവേ യേശു എന്നെ എന്ത് ചെയ്യണം? എന്നിട്ട് സൗഖ്യം ഇല്ലാതെ വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നവരോടൊക്കെ പോകും, ഇല്ലേ? അന്നേരം അവര് പറയുക, സമയം. ഈ ദൈവമക്കളെ സംബന്ധിച്ച് ആ വാക്ക് ഒടുവിലത്തെ വാക്കാണ്. ഡോക്ടർ പറഞ്ഞ് മരിക്കുമെന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര ഞെട്ടലില്ല. പ്രാർത്ഥിക്കുന്നവരൂടെ ചാവൂന്ന് പറഞ്ഞാലോ ഞെട്ടുവോ? ഡബിൾ ഞെട്ടല. എന്നാ സത്യം?
ഇങ്ങനൊരു രാജാവ് ബൈബിളിലുണ്ട്. അതെന്നെ നോക്കണം. വൈദ്യന്മാര് നോക്കിയച്ച് പറഞ്ഞു മരിക്കത്തക്ക രോഗം. എന്തുവാ? അങ്ങനെ അതിനിങ്ങനെ സ്കാനിങ്ങും ബ്ലഡ് ചെക്കപ്പും അവയവങ്ങൾ മാറ്റിവെക്കൊക്കെ നടന്നുകൊണ്ടിരിക്കാൻ ഉള്ള സമയങ്ങൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രവാചകൻ വിളിക്കാതെ കയറി വരും. ആധാരങ്ങളും ബില്ലുകളും എല്ലാം റെഡി ആയിക്കോ, അടക്കം ഉടനെ ഉണ്ട്. ആദ്യം പോകുന്ന പകുതി ജീവൻ ദൂത് കേട്ടപ്പം മൊത്തം പോകും. ഈ ചിലർക്ക് രോഗമായിട്ട് പറയുമ്പം അടുത്ത ചോദ്യം എന്താ പറയുക? പിള്ളേർക്ക് എന്തോ പ്രായമുണ്ട്. വേണമെങ്കിൽ ചുമ്മാ ഒരു പല്ലുവേന വന്നേ ഉള്ളൂ. ഇവര് തന്നെ അങ്ങ് ക്യാൻസർ ആണോ എന്നൊരു ഒരു ഒരു ഇതുമായിട്ടാണ് നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നത്. എനിക്ക് പല്ലുവേദന ക്യാൻസർ ആണോ എന്നൊരു. ഞാൻ നിങ്ങളോട് തുറന്നു പറയാം, ആംബുലൻസുകാരൻ രാവിലെ ഒരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ, ഇന്ന് പോകുന്ന വണ്ടിയല്ല ഇടിച്ച് എൻ്റെ വണ്ടിക്ക് വിശ്രമമില്ലാത്ത ഓട്ടം കിട്ടണേ. പിന്നെ ഇത്രയും നീളത്തിലൊരു പെട്ടി ഉണ്ടാക്കി വെക്കുന്നൊരു കടക്കാരനുണ്ട്. അവൻ രാവിലെ പ്രാർത്ഥിക്കുക, എൻ്റെ കർത്താവേ, ഇന്ന് കൂട്ട മരണമായിരിക്കണേ. ഉണ്ടാക്കി വെച്ച പെട്ടിയെല്ലാം തീർന്നിട്ട് ഹാമി അഡ്വാൻസ് തന്നിട്ട് പെട്ടിക്ക് ക്യൂ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണേ. അതിനിടയ്ക്ക് ആ കുഴിവെട്ടുകാരൻ്റെ പ്രാർത്ഥന, കർത്താവേ, ആരേലുമൊക്കെ ഒരു കൂട്ടമണി അടിച്ചായിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് കുഴിവെട്ടാൽ. ഇതിനിടയ്ക്കൂടെ നിന്റെ ഉറങ്ങി ഒരു സ്വോത്രം. ആശുപത്രിക്കാരൻ രാവിലെ പ്രാർത്ഥിക്കുന്ന എല്ലാവരും സൗഖ്യമാണ്. ഇന്ന് പേഷ്യൻസിനെ കൊണ്ട് ഈ ആശുപത്രി നിറഞ്ഞു കവിയണേ. ഇവരെല്ലാം ആശുപത്രി ചെന്നേ പാട്ട് പാടി പ്രാർത്ഥനയുണ്ട്. നീ ഇപ്പൊ രാവിലെ പാടിയിട്ട് എത്ര നാളായി? പോട്ടെ. ഇതിനിടയ്ക്കാ നിന്റെ ഒരു ഞരക്കം. പ്രാർത്ഥന ശരിയായാൽ എല്ലാം ശരിയാവും. ഇന്ന് തൊട്ടച്ച് പറ, പ്രാർത്ഥന ശരിയായാൽ, പ്രാർത്ഥന ശരിയായാൽ എല്ലാം ശരിയാവും. അപ്പൊ ഡോക്ടർ പറഞ്ഞു മരിക്കും, പ്രവാചകൻ പറഞ്ഞു മരിക്കും. ഈ പ്രാർത്ഥനയുടെ ഒരു ജീവനെ. എന്നിട്ടും ആ മനുഷ്യൻ പറയുക, അവനൊരൊറ്റ പ്രാർത്ഥന. പ്രാർത്ഥനയെന്ന് പറഞ്ഞ സ്വർഗത്തെ വരെ ചലിപ്പിച്ചു കളഞ്ഞു. ആരാ പറഞ്ഞു നിനക്ക് പ്രാർത്ഥിക്കാൻ കൃപയില്ലെന്ന്? ആരാ നിന്നെ മണ്ടത്തരം പഠിപ്പിച്ചേ? നിനക്ക് കൃപയുണ്ട്, നിനക്ക് കൃപയുണ്ട്. മേളി ഇരിക്കുന്നവനെ പ്രാർത്ഥനയിൽ ഇറക്കാനുള്ള കൃപ. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്തേ. ഇന്ന് പകൽ നിന്റെ കാര്യത്തിൽ അവൻ മൗനമായിരിക്കത്തില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുന്നില്ല. രാജാവിനോട് ദൂത് പറഞ്ഞു പോയ വഴിക്ക് പടനായകൻ ചോദിച്ചു, പ്രവാചകോ എന്തുവായിരുന്നു അരുളപ്പാടെന്ന് പറഞ്ഞു പോയി. വേറെ രാജാവിനെ നോക്കിക്കൂ, തീരാൻ പോവാ. ഗേറ്റിംഗ ചെന്നപ്പം ഒരു ശബ്ദം, റിട്ടേൺ പോ. അതെന്നാ? ദൂത് മാറ്റിപ്പറ. ഒരു പ്രാർത്ഥന ഒരു മനുഷ്യന്റെ അടുക്കൽ ദൈവത്തിന്റെ അടുക്കൽ എത്തുവാൻ വേണ്ട സമയം 1 മിനിറ്റ് വേണ്ട. എന്നിട്ട് അവൻ വന്ന് പറയാ, നിന്റെ ആയുസിനോട് 2025 ചാകേണ്ട നീ 2040 ആയാലും കിഡ്നി അടിച്ചു പോയാലോ ചാത്തില്ല. കാർഡിയാക് അറസ്റ്റ് ചാത്തില്ല. അതെന്നാ? നിന്റെ ആയുസിനെ
ഇനി ഇവിടെ എനിക്കൊരു ദൂത് പറയാനുണ്ട്. ചില അവയവം ഇല്ലേലും നീ ജീവിക്കും. എല്ലാ അവയവം ഉണ്ടേലും ജീവിക്കണമെന്ന് നിർബന്ധമില്ല. എന്നെ ശ്രദ്ധിക്കണം. നോക്കിയേ, ദൂത് വന്നാലും ദൈവം ചെയ്യുമെന്നുള്ള ഉറപ്പ്. ഇന്ന് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് നിന്റെ ബന്ധുക്കൾ കൈവിടുമ്പോൾ വിഷമിക്കരുത്. സ്നേഹിതർ കൈമലർത്തുമ്പം വിഷമിക്കരുത്. നാട്ടുകാർ കുലുക്കി ചിരിക്കുമ്പം വിഷമിക്കരുത്. നിന്നെ കൈവിടാത്ത ഒരുവനുണ്ട്. ഇന്ന് പകൽ വിശ്വസിക്കട്ടെ, അവൻ ആൽഫയും ഒമേഗയുമാ, അവൻ ആദ്യനും അന്ത്യനുമാ. നീ എങ്ങനെ ജീവിക്കുമെന്ന് ചിലര് നോക്കിയിരിക്കുക. നിന്നെ എങ്ങനാ ജീവിപ്പിക്കുന്നെന്ന് കാണിച്ചു കൊടുക്കാൻ പോവാ ദൈവം. നിന്റെ വീട്ടിൽ എന്തു നടക്കുമെന്ന് പറഞ്ഞ് ചിലർ മൗനമായിരിക്കുക. നിന്റെ വീട്ടിൽ നടക്കുന്നത് അവര് ലൈവായി കാണണം. വിശ്വാസമുണ്ടോ നിനക്ക്? പ്രാർത്ഥന വിഷയങ്ങളെ സ്പർശിക്കട്ടെ, പ്രാർത്ഥന വിഷയങ്ങളെ സ്പർശിക്കട്ടെ, പ്രാർത്ഥന വ്യക്തികളെ. എവിടോ കൃപ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. നിന്റെ ഫയലുകളെ ചലിപ്പിക്കാൻ പ്രാർത്ഥനയ്ക്ക് കഴിയും. ഇന്ന് ഈ ദൂത് കേൾക്കുമ്പോൾ ചില എംബസികൾക്കകത്ത്, ചില രാജ്യങ്ങൾക്കകത്ത്, ചില പട്ടണങ്ങൾക്കകത്ത് ചലനങ്ങൾ. ഞാൻ ഈ വചനത്തിൽ നിന്നുകൊണ്ടൊരു വെളിപ്പാട് പറയാം. സമയമൊക്കെ പോയി, തീരാൻ നേരമായി. ബാക്കി ഞായറാഴ്ച പറയാം. നിങ്ങൾക്കറിയാം, ഇത് പറഞ്ഞു തുടങ്ങിയില്ലെന്നറിയാം. രണ്ടാമത് യേശു വേറൊരു കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ ഞായറാഴ്ച പഠിപ്പിക്കും. പ്രാർത്ഥിച്ചാൽ ഉണ്ടായി വരുക. പ്രാർത്ഥിച്ചാൽ അനിപ്പാഷ പഠിപ്പിച്ചല്ല, യേശു പഠിപ്പിച്ച ജീസസ് തുറന്നു വിടാനുണ്ട്. ഞാൻ ഈ ദൂത് അവസാനിക്കുന്ന സമയത്ത് ഒരു കാര്യം പറയാം. ലോർഡ് ലോർഡ് ലോർഡ്, നിന്റെ വീട്ടിലൊരു വലിയ പ്രാർത്ഥനാ അന്തരീക്ഷം ഉണ്ടാകാൻ പോവാ. ചിലര് പ്രാർത്ഥിക്കണ്ടെന്ന് വിചാരിച്ചാലും അവര് പ്രാർത്ഥിച്ചു പോകും. ആ ലെവലിലേക്ക് എന്നോട് തലമുറ മേലൊരു വിടുതൽ വ്യാപരിക്കാൻ പോവാ. നിന്റെ സന്തതിയുടെ മേൽ ആത്മിക അന്തരീക്ഷത്തെ എവിടോ നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. എവിടോ അസാധാരണമായത് നടക്കാൻ പോവാ. എവിടോ ഒരുപക്ഷെ നീ വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് ഒരു ഇസഹാക്ക് ധ്യാനിക്കാൻ പ്രാർത്ഥിക്കാൻ പോയിരുന്നാൽ അവൻ വെറുതെ എഴുന്നേക്കത്തില്ല. അവന്റെ മറുപടി വന്നത് കണ്ടാതെ പിശാച് വിചാരിച്ചെന്നും നിന്നെ ബ്ലോക്ക് ചെയ്തില്ല. നോ 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 നോ, നിന്റെ സമയം കഴിഞ്ഞു. ഇത് ഞങ്ങളുടെ സമയമാണ്. എവിടൊക്കെയോ യേശുവിന്റെ നാമത്തിൽ ഈ ദൂത് ആശീർവാദം പറയുന്നതിന് മുമ്പ് കൃപ 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 കൃപ. 1-2 മിനിറ്റുകൾ ആത്മാവി പ്രാർത്ഥിച്ചേ. ഇന്ന് നീ ഇവിടെ പ്രാർത്ഥിക്കുമ്പോ ഞാൻ വീണ്ടും പറയുക, ദൂതന്മാർ നിന്റെ വീട്ടിലിറങ്ങും. നിന്റെ പ്രാർത്ഥന കെടുത്തുന്ന ദുഷ്ടശക്തിയെ ദൂതന്മാർ വെട്ടട്ടെ. കൃപ 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 കൃപ. നിങ്ങളൊരു 5 മിനിറ്റ് എന്നെ ശ്രദ്ധിക്കണം. ഞാൻ ഈ ദൂത് ഇപ്പൊ അവിടെ പര്യവസാനിപ്പിക്കും. പക്ഷെ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ കിട്ടിയ നിയോഗം പറയാം. ഞായറാഴ്ച വരെ എപ്പോഴും നിങ്ങൾ പ്രതീക്ഷിക്കണം, പ്രാർത്ഥന ഫലിക്കും. മുമ്പ് ഒരിക്കലും നടന്നിട്ടില്ലാത്ത ചില അസാധാരണ സംഭവങ്ങൾ നിന്റെ വീടിന്റെ ഉൾമുറിയിൽ നടക്കും. നിന്റെ ജോലി സ്ഥലത്ത് നടക്കും. നിന്റെ കുഞ്ഞിന്റെ വിവാഹ ജീവിതത്തിൽ നടക്കും. നിന്റെ
പിടിച്ചടക്കാതെ നിർത്തരുത് പ്രാർത്ഥന. പിടിച്ചടക്കാതെ നിർത്തരുത്. മറുപടിയെ പിടിച്ചടക്കണം. എന്നെ ശ്രദ്ധിക്കണം. കർത്താവ് ചിലർ അടുക്കൽ വരിക, നിന്റെ തോളെ തൊട്ടിട്ട് പറയുക, വിഷമിക്കണ്ട, ഫലിക്കും, പ്രാർത്ഥന ഫലിക്കും. ഇത്രയും നാള് നിന്നെ ഒരു പ്രാർത്ഥനയിൽ നീ വിടുതലെടുക്കുമ്പോൾ വീണ്ടും നിന്റെ കുടുംബത്തിലേക്ക് പല ആയുധങ്ങളെ അയച്ചു. പക്ഷെ ഇനി നോക്കൂ, അയച്ചായുധം അയച്ചവന്റെ വീട്ടിൽ തിരിച്ചു ചെല്ലും. കാരണം നിനക്ക് വിരോധമായി കൃപ വ്യാപരിക്കട്ടെ, കൃപ വ്യാപരിക്കട്ടെ, കൃപ വ്യാപരിക്കട്ടെ, കൃപ വ്യാപരിക്കട്ടെ. വിശ്വസിച്ചാൽ നിനക്കത് ലഭിക്കും. വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ ചിലർക്ക് ചിലത് ലഭിക്കാൻ പോവുക, ചിലർക്ക് ചില പ്രോപ്പർട്ടി ലഭിക്കാൻ പോവുക, ചിലർക്ക് ചില സാമ്പത്തിക നന്മ ലഭിക്കാൻ പോവുക, ചിലർക്ക് പുതിയ അഭിഷേകം ലഭിക്കാൻ പോവുക, ചിലരുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കാം. നടത്തിടും ഭുജബലമേ, ഇനിയുള്ള ആണ്ടിലും നടത്തിടും ഭുജബലമേ. പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു ശബ്ദം ദൈവത്തിൽ നിന്ന് കേട്ടു. ലോർഡ്, നിന്റെ പ്രാർത്ഥന ഫലിക്കുന്നു എന്ന് നിന്നെ തുറിച്ചു നോക്കുന്ന കണ്ണുകൾ കാണാൻ പോവാ. ഓ ലോർഡ്, നിന്റെ വീടിന് ഉയരത്തില്ലെന്ന് പറഞ്ഞാൽ നീ പറയണം, അല്ല, പ്രാർത്ഥന ഫലിക്കും. നിന്റെ അന്തരാത്മാവിൽ അതിഭയങ്കര കൃപ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. നിന്റെ അന്തരാത്മാവിൽ അതിഭയങ്കര കൃപ. നിങ്ങൾ ഈ അന്തരീക്ഷത്തിൽ ഒരു 5 മിനിറ്റ് നിൽക്കണേ. സമയം പോയെന്ന് എനിക്കറിയാം, പക്ഷെ എൻ്റെ ഉള്ളിൽ ആത്മാവ് പറയുക, ലോർഡ്, ലോർഡ്, എന്നോട് ദൈവാത്മാവ് പറയുക, നിന്റെ ഭാവി ഇതല്ല, നീ എത്തേണ്ട സ്ഥലം ഇതല്ല, നിന്നെ എവിടോ കുരുക്കി വെച്ചിരിക്കുക. ഇന്ന് ആ കുരുക്ക് ദൂതന്മാരഴിക്കുക. നിന്റെ വീട് അത്ഭുതത്തിന് സാക്ഷിയാകാൻ പോവാ. എന്നെ ശ്രദ്ധിച്ച പറയട്ടെ, യാക്കോബ് ലേഖനത്തിൽ എഴുതിയ ഒരു പദമാണ് ഞാൻ എടുത്തത്. നീതിമാന്റെ ശ്രദ്ധയേറിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ചിലരുടെ ഉള്ളിൽ ഈ ദൂതൊരു ഇടിനാദം മുഴക്കിയിട്ടുണ്ട്. അതിനർത്ഥം നിന്റെ ബുദ്ധി മേഖലകൾക്ക് മുകളിൽ, ചിന്താ മേഖലകൾക്ക് മുകളിൽ ഈ ദൂത് വന്ന് വീഴുക. ഇനി നിരാശപ്പെടണ്ട, ഇനി സങ്കടപ്പെടണ്ട, നിന്റെ പ്രാർത്ഥന ഫലിക്കും. ഞാൻ ഇത്രയും നേരം പ്രസംഗിച്ചത് അനിപ്പാസ്റ്ററേയും ജോഷി പാസ്റ്ററേയും ഇവിടെ ഇരിക്കുന്ന പാസ്റ്റർമാരുടെ പ്രയർ ഫലിക്കുമെന്നല്ല, നമ്മുടെ പ്രാർത്ഥന ഫലിക്കും. ധൈര്യമുണ്ടോ രാമിയും പറയാൻ? എത്ര പേർക്ക് ധൈര്യമുണ്ട്? എൻ്റെ പ്രാർത്ഥന, എന്നോട് ദൈവാത്മാവ് പറയാം, ചിലർക്ക് പ്രാർത്ഥന വരം തരാൻ പോവുക. ആമീൻ. പ്രാർത്ഥന ഒരു കൃപാവരമാണ്. ചിലരെ ആ വരം കൊണ്ട് ദൈവം നിറയ്ക്കാൻ പോവുക.
എല്ലാരെയും അത് ഏൽപ്പിക്കത്തില്ല. പക്ഷെ സെലക്റ്റീവായ ചിലരെ ആ പ്രാർത്ഥനാ വരം ആ രണ്ട് കൈയൊന്ന് ഉയർത്തിപ്പിടിച്ച് ഞാനൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കും. നമ്മൾ എപ്പോഴും പാടുന്ന ഒരു പാട്ട, കേൾക്കണേ എൻ പ്രാർത്ഥന. ഹല്ലേലൂയ. ആ കൈയൊന്ന് ഉയർത്തി. ആരിപ്പോ എഴുന്നേക്കണ്ട, ഇരുന്നോണ്ട് ആ രണ്ട് കൈ ഉയർത്തിപ്പിടിച്ചോണ്ട്. ആ പാട്ട് എല്ലാവർക്കും അറിയാവുന്ന പാട്ടാ. 4 ലൈൻ നമ്മൾ ഒന്നിച്ചൊന്ന് പാടാൻ പോവാ. എന്നിട്ടൊരു പ്രാർത്ഥന നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. എൻ പ്രാർത്ഥന നൽകണേ, എൻ യാചന ഒന്നുകൂടെ കേൾക്കണേ. കേൾക്കണേ, എൻ പ്രാർത്ഥന നൽകണേ, എൻ യാചന പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോ ഉത്തരം തരുമെന്ന് അരുളിയോനെ. പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോ ഉത്തരം തരുമെന്ന് അരുളിയോനെ. നീക്കം വരാത്ത നിൻ വാഗ്ദത്തമെൻ പേർക്കു നീ തന്നുവല്ലോ. നീക്കം വരാത്ത നിൻ വാഗ്ദത്തമെൻ പേർക്കു നീ തന്നുവല്ലോ. കൈ ഉയർത്തിക്കൊണ്ട് കേൾക്കണേ. എൻ പ്രാർത്ഥന നൽകണേ, എൻ യാചന കേൾക്കണേ, എൻ പ്രാർത്ഥന നൽകണേ, എൻ യാചന. ഒന്നുകൂടെ നമ്മൾ ആ പാട്ട് പാടും. അതിനു മുമ്പ് ഒരു ചോദ്യം. നിങ്ങളിൽ എത്ര പേർക്ക് ബോധ്യമായിട്ടുണ്ട് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന എനിക്കത് ലഭിക്കും എന്ന്? നിങ്ങൾക്ക് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രം ആ കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ച് കൈ താത്തിട്ടെ. ഒരു ചോദ്യം കൂടെ. നിന്റെ പ്രാർത്ഥന ഫലിക്കുമെന്ന് ഞാൻ പറയുന്നത് അംഗീകരിക്കുന്നവർ ഏസെന്നൊന്ന് ടൈപ്പ് ചെയ്യണം. ആയിരക്കണക്കിന് ആൾക്കാർ ലൈവിൽ നമ്മുടെ കൂടെ പല മീഡിയകളിലുണ്ട്. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. ഒറ്റ കാര്യം പറഞ്ഞു നിർത്തുക. നിന്റെ പ്രാർത്ഥന ഫലിക്കുമെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? ലോർഡ്, ഉറപ്പുള്ളവരെ കൈവക്കാവൂ. ഇനി ഞാൻ പറയുന്നൊരു ദൂത്. ലോർഡ്, ഈ ദിവസങ്ങളിൽ ലൈവായി അതിന്റെ ചില അടയാളങ്ങൾ നിന്റെ സന്തതിയുടെ വായിൽ നിന്ന് അതിനെ കേൾക്കും. നിന്റെ ജോലി സ്ഥലത്തു നിന്ന് കേൾക്കും. നിന്റെ കുടുംബജീവിതത്തിൽ നിന്ന് കേൾക്കും. ഓ, കൈ ഉയർത്തിക്കൊണ്ട് ഒന്ന് കേൾക്കണേ, എൻ പ്രാർത്ഥന നൽകണേ, എൻ യാചന. വീടുകളിലിരിക്കുന്നവർ അങ്ങനെ വാ തുറന്ന് പാടുക. കേൾക്കണേ, എൻ പ്രാർത്ഥന നൽകണേ, എൻ യാചന. കൈകളെ തുറന്ന് ഒരിക്കൽ കൂടെ. കേൾക്കണേ, എൻ പ്രാർത്ഥന നൽകണേ, എൻ യാചന. പുത്രന്റെ
തുറന്ന് കേൾക്കണേ എൻ പ്രാർത്ഥന നൽകണേ എൻ യാചന വീണ്ടും വാ തുറന്ന് കേൾക്കണേ. ഓ കേൾക്കണേ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന ദൂതന്മാർ വീടുകളിൽ ഇറങ്ങട്ടെ. ഒരു ഏഞ്ചലിക് മിനിസ്ട്രി ചില അന്ധകാര ശക്തികളെ വെട്ടട്ടെ. എനിക്ക് ഈ നിയോഗത്തോടെ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ട്. ജീസസ്, ഈ നിയോഗത്തോടെ ഞാൻ വീണ്ടും ഒരു ശബ്ദം കേൾക്കുന്നു. ഇന്ന് ചില വീടുകൾക്കകത്ത് ഈ വചനം ചിലതിനെ വെട്ടാൻ പോവാ. ഓ ലോർഡ്, വർഷങ്ങളായി നിന്റെ കുടുംബത്തെ തകർത്തോണ്ടിരിക്കുന്ന ചില ദുരാത്മ മേഖലകളെ ഈ വചനം വെട്ടുക. ഓ യേശുവിന്റെ നാമത്തില് ഇവിടെ വെളിപ്പാടിന്റെ നീ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഓ ജീസസ്, ചില വീടുകൾക്കകത്ത് വിടുതല്, നീ കുടിക്കുന്ന വെള്ളത്തിനകത്ത്, ഓ യേശു, സ്വീകരിക്കണമെങ്കിൽ സ്വീകരിച്ചോ. യേസ് യേസ്. ആരാധനയില് നീ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കണം. ഇന്നത്തെ ആരാധനയില് നിന്റെ വീട്ടിൽ ലൈവായി നടക്കുന്നത്